സാഹചര്യമുണ്ട്. അപ്പൊ നമ്മളിപ്പോ മോർണിംഗ് വൈബ്സിൽ ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. മാളവിക ബിന്നിയാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ജൂറി അംഗം കൂടിയാണ് മാളവിക ബിന്നി. ശ്രീ മാളവിക ബിന്നി, താങ്ക് യു ഫോർ ജോയിനിങ്. ഗുഡ് മോർണിംഗ്. ഒരുപാട് സന്തോഷം. ആദ്യം പേഴ്സണൽ വിശേഷങ്ങളൊക്കെ പറയൂ. എവിടെയാണ് സ്വദേശം, എന്താണ് മറ്റ് പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ? ഞാൻ കണ്ണൂരാണ്. സ്വദേശം കൊച്ചിയാണ്. പക്ഷെ ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് കണ്ണൂരുണ്ട്. ചരിത്രമാണ് വിഷയം. സന്തോഷമായി ഇരിക്കുന്നു. ഇപ്പോൾ ഹേമ കമ്മിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് വന്ന റെവലേഷൻസും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള വലിയ പ്രതീക്ഷയിലുള്ള ഒരാളാണ് ഞാൻ. മാളവിക, അത് തന്നെയാണ് നമ്മൾ പ്രേക്ഷകര് ഒരുപാട് നാളെ ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുമ്പോൾ വേറൊരു ന്യൂസും ഇല്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. മാളവികയ്ക്ക് അത് എങ്ങനെയാ തോന്നുന്നത്? കാരണം നമ്മളിത് ദിനം നമ്മളിത് സംസാരിക്കേണ്ടതല്ലേ ഈ റിപ്പോർട്ടിനെ കുറിച്ചും ഇതിൽ വരുന്ന വെളിപ്പെടുത്തലുകളും ഒക്കെ തന്നെ. അബ്സല്യൂട്ട്ലി. അങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെ ഒരു ഹിംസ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വയനാടില് ഇത്ര വലിയൊരു ദുരന്തം നടന്നപ്പോൾ നമ്മൾ ആരും ചോദിച്ചില്ലല്ലോ, അയ്യോ ഇതിനെക്കുറിച്ച് മാത്രമേ വാർത്തകളുള്ളൂ എന്ന്. കാരണം അവിടെ അത്ര വലിയൊരു ദുരന്തമാണ് നടന്നത്. പക്ഷെ അതിനൊരു ഇമ്മീഡിയസി ഉണ്ടായിരുന്നു, ഒരു അർജൻസി നമുക്ക് ഫീൽ ചെയ്തു. പക്ഷെ എത്രയോ വർഷങ്ങളായിട്ട്, അതായത് നമ്മൾ മലയാള സിനിമ അല്ലെങ്കിൽ ലോക സിനിമ ഉണ്ടായ സമയം തൊട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ എന്താ വളരെ സൈലന്റ് ആയിട്ട് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളാണ്. ഇത് ചർച്ച ചെയ്യുമ്പോൾ മാത്രം നമുക്ക് വലിയൊരു ഇറിറ്റേഷൻ വരുന്നത് ഈ വാർത്തകൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നതിൽ ഒരു ഹിംസയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്തൊരു മിസോജിനിയും ഒളിഞ്ഞ് കിടപ്പുണ്ട്. കാരണം സ്ത്രീകളുടെ വിഷയങ്ങൾ വരുമ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാറ്റിവെക്കാം. ബാക്കിയുള്ള കാര്യങ്ങളാണ് കുറെ കൂടെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ. അതുകൊണ്ട് ഇത് സൈഡ് ലൈൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് അൺഫോർച്ചുനേറ്റ്ലി ഇന്നും ചിന്തിക്കുന്ന ഒരു പറ്റം പേര് ഉള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ലാർജ്ലി വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കേരള സമൂഹം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയും അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉള്ള അലിഗേഷൻസിനെയൊക്കെ വെൽക്കം ചെയ്ത്. പക്ഷെ അതിലൊരു ചെറിയ കൂട്ടം ആൾക്കാർക്ക് ഈ ഒരു വീർപ്പുമുട്ടൽ വരുന്നുള്ളൂ. ആ ഒരു വീർപ്പുമുട്ടൽ വരുന്നതും ആ ഒരു ചേഞ്ചസിനോട്, അത് കൊണ്ടുവന്നേക്കാവുന്ന മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള ഒരു വിമുഖത കാരണമാണ്. അത് എല്ലാ സൊസൈറ്റീസിലും നമ്മൾ കാണാറുള്ളതുമാണ്. ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിസ്റ്ററിയിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ സിനിമാ മേഖലയുമായിട്ടുള്ള ഒരു ബന്ധം വന്നത് എങ്ങനെയായിരുന്നു? ഞാനൊരു കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് അക്കാഡമിക്കലി ഫിലിം റിവ്യൂസ് ചെയ്യുന്ന ആളാണ്. പിന്നെ ഹിസ്റ്ററി ആൻഡ് സിനിമ എന്ന് പറഞ്ഞൊരു കോഴ്സിന്റെ സിലബസ് സെറ്റ് ചെയ്ത ആളാണ് ഞാൻ. എൻ്റെ വർക്ക് മുഴുവൻ, എൻ്റെ PhD വർക്ക് ജെൻഡറിനെ കുറിച്ചാണ്, ജെൻഡറിനെയും ജാതിയും കുറിച്ചാണ്. സോ അത് ഞാൻ എൻ്റെ MPhil ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ സിനിമ റിവ്യൂസ് പല ഓൺലൈൻ പോർട്ടലുകൾക്കും വേണ്ടി ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊന്ന് അത് കുറച്ചൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ്. പിന്നെ അല്ലാത്ത ലേഖനങ്ങളും ജെൻഡറിനെ കുറിച്ചൊക്കെ ഉള്ള ലേഖനങ്ങളും ഹിസ്റ്ററി ഓഫ് സയൻസിനെ കുറിച്ചുള്ള ലേഖനങ്ങളും എഴുതാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഫിലിം അക്കാഡമിയുടെ ശ്രദ്ധയിൽപ്പെട്ടതും ഈ പ്രാവശ്യം കേരള സ്റ്റേറ്റ് ഫിലിം ജൂറിയുടെ പ്രിലിമിനറി ജൂറിയിലേക്ക് ഇതുപോലെ നോമിനേറ്റഡ് ആകുന്നത്. മാളവിക, ഈ ജൂറിയിലേക്ക് നോമിനേറ്റഡ് ആവുന്ന ആ യാത്രയും കൂടി ഒന്ന് സംസാരിക്കാമോ? പ്രത്യേകിച്ച് നമ്മൾ ഈ റിവ്യൂസ് ചെയ്ത് അങ്ങനെ നമ്മൾ നമ്മുടേതായ ഒരു ലോകം കെട്ടിപ്പടുത്തുന്നിടത്ത് നമ്മളൊരു ജൂറിയിലേക്ക് നമ്മൾ പ്രാഥമിക ഒരു ജൂറി അംഗമായിട്ട് മാറുന്ന ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ഇത് നമ്മൾ ഫിലിം റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കുറെ കൂടെ അതിന്റെ ഇപ്പം ഞാൻ വരുന്നത് ഒരു സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, ചരിത്രത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പൊ ആ ഒരു മെത്തഡോളജിയും നമ്മൾ ഫിലിം സ്റ്റഡീസിന്റെ മെത്തഡോളജി രണ്ടിന്റെ രീതിശാസ്ത്രം രണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഒരു സിനിമയെ നോക്കി കാണുമ്പോൾ അതിനകത്ത് അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി കാണും, അല്ലെങ്കിൽ അതിന്റെ ചരിത്രപരമായിട്ടുള്ള ഇമ്പാക്ട് നോക്കിക്കാണും. ഇപ്പൊ ഒരു ചരിത്ര സിനിമയാണ്, ഇപ്പൊ കുഞ്ഞാലി മരക്കാർ പോലുള്ളൊരു സോക്കോൾഡ് ചരിത്ര സിനിമയാണെങ്കിൽ അതിനകത്തുള്ള ചരിത്രം എത്രയുണ്ട്, അല്ലെങ്കിൽ പഴശ്ശിരാജ പോലുള്ള സിനിമയിനകത്ത് ആണെങ്കിൽ അതിനകത്ത് ചരിത്രം എത്രയുണ്ട്, അതോ അത് കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കിക്കാണുന്നത്. പക്ഷെ ജൂറി അംഗമായി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു സിനിമാറ്റിക് കണ്ടന്റിന്റെ, അതിന്റെ ഒരു വിഷ്വൽ ലാംഗ്വേജിന്റെ, അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ നമുക്ക് സിനിമയായിട്ട് കാണിക്കാം, എത്ര സിനിമയുടെ പരിമിതികൾ, അതിനകത്തുള്ള ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ്. ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് അതിന്റെ ബഡ്ജറ്റ് തൊട്ട് ഒരു
ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ആക്ടറുടെയോ വിഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡേറ്റിന്റെ ലിമിറ്റേഷൻസ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഈ ജൂറി ചർച്ചകളിലൂടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിന്റെ ഒരുപാട് വേറെ ഒരു ടൈപ്പ് ഓഫ് പൊളിറ്റിക്സ് അറ്റ് വർക്ക് അവിടെ കൃത്യമായിട്ട് ഉണ്ട്. അതായത് ഈ ഫിലിം മേക്കിങ്ങിന്റെ പ്രോസസ്സ് ഉണ്ട്. അത് രാഷ്ട്രീയ ഇടപെടലുകൾ എന്നുള്ള രീതിയിലല്ല, സിനിമാ നിർമ്മാണത്തിൽ തന്നെയുള്ള അതിൻ്റെതായ ഒരു പവർ പൊളിറ്റിക്സ് നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാകാമായിരുന്നു. ഓക്കെ, മാളവിക, ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചോദിക്കുകയാണ്, ഈ ഒരുപാട് വിവാദങ്ങൾ അതിന് പിന്നാലെ വന്നു, സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നതുമാണ്. ഒരുപാട് ആരോപണങ്ങൾ, പരാതികൾ, വെളിപ്പെടുത്തലുകൾ കേസാകുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു, പ്രധാനപ്പെട്ട ആളുകൾ സംശയമുന്നിലാകുന്നു എന്നാണ് തെളിയിക്കപ്പെടുത്തിയ, അതൊക്കെ പിന്നീടുള്ള കാര്യം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ, ഇത്തരത്തിലുള്ള ഈ പറയുന്ന അതിൽ പറയുന്ന പോലെ അഡ്ജസ്റ്റ്മെന്റുകൾ, ഇതൊക്കെ സംഭവിക്കുന്നു. അതിൻ്റെയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും എപ്പോഴെങ്കിലും ചലച്ചിത്ര മേഖലയിൽ നിന്ന്? അങ്ങനെ ഒരു അനുഭവം ആരെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ മാളവികയുമായിട്ട്? പങ്കുവച്ചിട്ടുണ്ട്. കാരണം സിനിമാ മേഖലയിലുള്ള സുഹൃത്തുക്കൾ ഉണ്ട്, പല ലെവലിലുള്ള, ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് തുടങ്ങി എന്താ ഫിലിം ക്രൂവിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതെല്ലാവരുടെയും പേരെടുത്ത് പറയാൻ പറ്റില്ല, ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് അവരുടെ പ്രൈവസിയാണ്, അവര് പറയേണ്ട കാര്യമാണ്. ഇപ്പം വളരെ നാളുകൾക്ക് മുമ്പേ തന്നെ, ഏകദേശം ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ, ഇന്ന് നമ്മൾ ഈ സെക്ഷൽ അലിഗേഷൻസ് കേൾക്കുന്ന പല പേരുകളിലും ഇപ്പം അത് വേണമെങ്കിൽ പറയാം. ഇപ്പൊ പ്രഡേറ്ററിന്റെ പേര് പറയുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ മുകേഷിന്റെയും ഗണേഷിന്റെ ഒക്കെ പേരുകൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ ആൾക്കാർ മാത്രമല്ല, ഫിലിം സെറ്റിൽ പോകുന്ന ബഹുഭൂരിപക്ഷം സ്ത്രീകൾ കുറച്ചും കൂടെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള, എല്ലാവരോടും സംസാരിക്കുന്ന, ഇടപഴകുന്ന സ്ത്രീകളാണെങ്കിൽ ആ സ്ത്രീകൾ അവൈലബിൾ ആണ് എന്നുള്ള രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അതും പ്രമുഖ നടിമാരെക്കാളും കൂടുതൽ ഇതിന്റെ ഒരു കാഠിന്യം അനുഭവിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളാണെന്നും, അത് 10 വർഷം മുമ്പേ കേട്ടിട്ടുണ്ട്, 8 വർഷം മുമ്പേ കേട്ടിട്ടുണ്ട്, നിരന്തരമായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള മനുഷ്യരെ ഇത്രയും നാള് വെച്ചു പൊറിപ്പിച്ചുകൊണ്ട് ഇരുന്നത് നമ്മുടെ മൂവി ഇൻഡസ്ട്രിയുടെ വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് നമ്മൾ സിനിമയിൽ മാത്രമല്ല, നമ്മുടെ പൊതു മണ്ഡലത്തിൽ എല്ലാ സ്ഥലത്തും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ടാലന്റ് ഉണ്ട്. പക്ഷെ അയാളുടെ മോറൽ സൈഡ് വീക്ക് ആണെങ്കിലും അയാളെ എന്നാലും നമുക്ക് സഹിക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മലയാളിക്ക് ഇൻ ജനറൽ ഉണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. ടാലന്റ് ഉണ്ടെങ്കിൽ അയാൾ ഒരു പീഡകനാണെങ്കിൽ ഓക്കെയാണ്. ടാലന്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഉള്ളൊരു മോറൽ വീക്ക്നെസ് ആയിട്ട് മാത്രം പലപ്പോഴും ഈ സെക്ഷൽ ഹറാസ്മെന്റിന് മലയാളി എടുക്കാറുണ്ട്. അതൊരു സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു വലിയ ക്രൈം അല്ല. നമുക്കെന്തോ ഭയങ്കര റേപ്പൊക്കെ വലിയ ക്രൈം ആകുകയുള്ളൂ. അല്ലാതെ സ്ത്രീയെ അവളുടെ പെർമിഷൻ ഇല്ലാതെ സ്പർശിക്കുന്നതോ അല്ലെങ്കിൽ അവളോട് മിസ്ബിഹേവ് ചെയ്യുന്നതോ ഒരു വലിയ പ്രശ്നമല്ല. അതെല്ലാം ഇതിന്റെ കൂടെ നടക്കുന്നതാണ്. സ്ത്രീകൾ സൂക്ഷിച്ചോണം. മാളവിക അതോടൊപ്പം തന്നെ ഇപ്പൊ മാളവിക പറയുന്നുണ്ട്, ഒരു 8-10 വർഷമായിട്ട് ഇത് കേൾക്കുന്നതാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരു കാര്യമാണ് എന്നത് സംബന്ധിച്ച്. ഇപ്പോ മുകേഷിന്റെയും ഗണേഷിന്റെയും ഒക്കെ പേരുകൾ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോ സൂചിപ്പിക്കുന്നത് ഇപ്പോ ഇതുവരെ വരുന്ന വെളിപ്പെടുത്തലുകളല്ലാതെ ഇനിയും ഉണ്ട്, ചൂഷണങ്ങൾ ഇനിയും സംഭവിച്ചിട്ടുണ്ട് ഇതുപോലുള്ള പല താരങ്ങൾ. ഇപ്പൊ കാരണം നമ്മൾ ഈ പേരുകളൊക്കെ കേട്ട് മലയാളി ജനത ഞെട്ടിയിട്ടുണ്ട്. കാരണം അവർ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവർ സിനിമയിൽ കണ്ട് മാത്രം പരിചയമുള്ള താരങ്ങളെ ഇതുപോലുള്ള ഒരു രീതിയിലും കൂടി കാണുമ്പോഴേക്കും സ്വാഭാവികമായ ഒരു ഞെട്ടലുണ്ട്. എനിക്ക് തോന്നുന്നില്ല മാളവികയ്ക്ക് ഒരു ഞെട്ടലുണ്ടായിരുന്നു, കാരണം ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് സംഭവം കേൾക്കുന്നുണ്ട്. പക്ഷെ ഇനിയും വെളിപ്പെടുത്തലുകൾ വരാനുണ്ട് എന്നുള്ളത് മാളവിക ശക്തമായി വിശ്വസിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി വിശ്വസിക്കുന്നതുണ്ട്. ഒന്ന്, നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ റിഡാക്റ്റഡ് ആയിട്ടുള്ള പേജസ് ഉണ്ടല്ലോ, ആ റിപ്പോർട്ട് മുഴുവൻ വായിച്ച ഒരാളാണ് ഞാൻ. അത് അവൈലബിൾ ആയിട്ടുള്ള പേജസ് മുഴുവൻ വായിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ മുഴുവൻ വായിച്ചു വരുമ്പോഴും നമുക്ക് മനസ്സിലാകും എന്തോ ഇങ്ങനെ പ്രശ്നം സൂചിപ്പിച്ച് വന്നിട്ട് പിന്നെ കുറെ പേജസ് മിസ്സിംഗ് ആണ്. അത് മേജർ പ്രശ്നങ്ങളാണെന്നും അത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും. സോ ഈ പേജുകൾ വെളിയിൽ വരേണ്ട തന്നെയാണ്. അങ്ങനെ ഒളിച്ചു വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അല്ലെങ്കിൽ ഇത് മറ്റു രീതിയിൽ ഇത് പബ്ലിക് ആക്കാത്ത ഇതിനെതിരെ കേസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു ഓപ്പറേഷൻ ഒരു സ്റ്റേറ്റിന്റെ കണ്ണിൽ പെട്ടാൽ ആ സ്റ്റേറ്റ് റിയാക്ട് ചെയ്യണം, അതിനോട് റെസ്പോണ്ട് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ.
ഇനി ആ റിപ്പോർട്ടിൽ വരാത്ത എത്ര അധികം പീഡനങ്ങൾ ഓൾറെഡി നടന്ന് കാണും. കാരണം പലപ്പോഴും പർട്ടിക്കുലർ ഒരു സ്ത്രീക്കെതിരെയുള്ള ഒരു കേസ് വന്നാൽ, ഇപ്പം ഞാൻ സൈബർ ബുള്ളിങ്ങിന് കേസ് കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഞാൻ 2 സൈബർ ബുള്ളിങ് കേസ് സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കേസ് വളരെ സീരിയസ് ആയിട്ട് മുമ്പോട്ട് പോവുകയാണ്. വളരെ ഡിഫിക്കൽട്ടാണ് നമുക്ക് കൺവിൻസ് ചെയ്യാൻ ഒരു കേസ് എടുപ്പിക്കാൻ, ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം പലപ്പോഴും ഒരു ധാരണയുണ്ട്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സ്ത്രീ ഈ കേസിൽ നിന്ന് പിന്മാറും. സ്ത്രീ കേസിൽ നിന്ന് പിന്മാറുന്ന ഒരുപാട് അങ്ങനെ ഉള്ളൊരു ഹിസ്റ്ററി ഉണ്ടായിരിക്കാം. കാരണം നമുക്ക് ഭയങ്കര പ്രഷറാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു കേസ് കൊടുത്താൽ നീ എന്തിനാ ഈ കേസിന്റെ പുറകെ നടക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാൻ ഭയങ്കരമായിട്ടുള്ള ശ്രമമുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചു ചെന്ന് ഈ കേസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിലും ഓരോ ഘട്ടത്തിലും നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് ഈ കേസിന്റെ പല കാര്യങ്ങളുടെയും പുറകെ നടക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗം ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ചെലവഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നായിരിക്കാം. അവര് അപ്പം റിയാക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അപ്പം മാപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് മാപ്പ് കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പൊ ലീഗൽ മെഷേഴ്സ് അല്ലാത്ത മറ്റ് മെഷേഴ്സിലേക്ക് പോയ ഒരുപാട് സ്ത്രീകൾ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അറിയാവുന്ന അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ അതിനൊരു സൊല്യൂഷൻ അല്ല. ഒരു സേഫ് വർക്ക് എൻവയോൺമെന്റ് ഉണ്ടാക്കുകയാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് സ്ത്രീകൾ തന്നെ ഇടപെട്ട് അല്ലെങ്കിൽ ഒരു മീഡിയേഷൻ വഴി പ്രോബ്ലം തീർക്കുന്നത്. അപ്പോഴും പ്രോബ്ലം അവിടെ ഇരിക്കുകയാണ്. ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ അടുത്ത സിനിമയിൽ വരുന്ന സ്ത്രീക്ക് ആ പ്രോബ്ലം ഉണ്ടാകും. അപ്പൊ ആ ടോക്സിക് എൻവയോൺമെന്റ് ആണ് നമ്മൾ മാറ്റേണ്ടത്. ആ വർക്ക് സ്പേസിൽ നമുക്ക് സുരക്ഷ വേണമല്ലോ. അതെ, അതാണ് ഏറ്റവും ആ സുരക്ഷ എൻഷുർ ചെയ്യണം. അതെ, മാളവിക, ഈ മറ്റൊരു കാര്യം, ഇപ്പോ ഈ ജെൻഡർ സ്റ്റഡീസിലൊക്കെ നിൽക്കുന്ന ആളാണല്ലോ, ഈ ഫിലിം മേഖലയിൽ അത്തരത്തിലൊരു ഇനിക്വാളിറ്റി ഫീൽ ചെയ്യാറുണ്ടോ? അതായത് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ സിനിമയുമായി എത്ര ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളല്ല കേട്ടോ, അതുകൊണ്ടാണ്. മാത്രമല്ല ഒരു സുപ്രീമസിയും പല സമയത്തും പറയപ്പെടുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയൊക്കെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷ വെക്കുന്നുണ്ടോ താങ്കൾ? മാറ്റം വരുമെന്ന് വലിയ ശുഭാപ്തി വിശ്വാസം ഉള്ള ആളാണ്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബേസിസിൽ മാത്രമല്ല, നമ്മളൊരു കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മുടെ സിനിമ വളരെയധികം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിനിമയുടെ നമ്മളെ സിനിമയുടെ കണ്ടന്റ് തന്നെ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടല്ലോ. ഇപ്പൊ കുമ്പളങ്ങി നൈറ്റ്സ് പോലത്തുള്ള സിനിമ വെളിയിൽ വരുന്ന നമ്മൾ കാണാൻ, ആട്ടം പോലുള്ള സിനിമ വരുന്ന നമ്മൾ കാണാൻ. അങ്ങനെ നല്ല സിനിമകൾ വരികയും നല്ല സാമൂഹ്യ പ്രസക്തിയുള്ള സിനിമകൾ വരികയും അതിന് നല്ല റെസ്പോൺസ് കിട്ടുകയും ചെയ്യുകയാണ്. മലയാളി സമൂഹം അതിനോടൊത്ത് വളർന്നത് അതിന് ഈ പാൻഡമിക് കാലഘട്ടം വളരെ ഉപകാരപ്രദമായിട്ട് ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരുപാട് OTT സിനിമകൾ മലയാളി കാണുകയും ലോകത്തുള്ള ട്രെൻഡുകൾ മനസ്സിലാക്കുകയും പല ഈവൻ ഇന്റർനാഷണൽ വെബ് സീരീസ് ഒക്കെ കാണുന്ന ഒരുപാട് സ്റ്റുഡൻസ് എനിക്കുണ്ട്. അപ്പം അങ്ങനെയുള്ള വെബ് സീരീസ് കണ്ടിട്ട് അവരുടെ ബോധ്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. ആ ഒരു ജനറേഷണൽ ഷിഫ്റ്റ്, നമ്മുടെ പോപ്പുലേഷൻ തന്നെ ഇപ്പൊ കുറെ കൂടെ യങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ യുവത്വത്തിനൊരു പ്രത്യേകത, അവർക്ക് കുറെ കൂടെ ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വലിയ ചേഞ്ചസ് നമ്മുടെ സാമൂഹ്യ ഘടനയിൽ വരുന്നുണ്ട്, നമ്മുടെ സിനിമയുടെ കണ്ടന്റിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ സിനിമയിലെ ഘടനയിലും, അത് സിനിമയുടെ റെമ്യൂണറേഷന്റെ കാര്യത്തിലാണെങ്കിലും ശരി, സിനിമയിലെ ഉച്ചനീചത്വങ്ങൾ, അതിപ്പം ജെൻഡറിന്റെ മാത്രം ഉച്ചനീചത്വങ്ങളല്ലല്ലോ, കാസ്റ്റിന്റെ ഉച്ചനീചത്വങ്ങൾ സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്ന പലയിടങ്ങളിലും നമുക്ക് കാണാറുണ്ട്. ക്ലാസിന്റെ ഉച്ചനീചത്വങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്ന കാണാറുണ്ട്. ഇതെല്ലാം മാറും എന്ന് തന്നെയാണ്. അതിനുള്ള സ്പാർക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ആണ് ഒരു 10 വർഷം മുമ്പേ വന്നിരുന്നെങ്കിൽ മേ ബി സമൂഹം ഇങ്ങനെ ആയിരിക്കില്ല റിയാക്ട് ചെയ്തത്. നമ്മുടെ സമൂഹം വളർന്നത് കൊണ്ടാണ് ഇപ്പൊ വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്ത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വന്ന 7ഓളം 8ഓളം സ്ത്രീകളുടെ അലിഗേഷൻസ് മുഴുവൻ കള്ളമാണെന്ന്. ഇല്ല, അത് മാളവിക, അത് പോയിന്റ് ആണ്. കാരണം ഒരു 10 കൊല്ലം മുമ്പാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതായില്ലായിരിക്കും സ്ഥിതിവിശേഷം. ഇപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ടും പൊതുസമൂഹം അങ്ങനെ ഒരു മാറ്റവും വന്നതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ ഒരു രീതിയിൽ എടുക്കുന്നത്. മാളവിക, ഒരു ചോദ്യം, നമ്മൾ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്തു. ആ ഒരു ശുഭാപ്തി വിശ്വാസം മാളവികയ്ക്ക് ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഓരോ സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ടാവട്ടെ, തൊഴിലിടങ്ങളിലും അവർ സുരക്ഷിതരായും അവരുടെ തൊഴിൽ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവകാശവും അവർക്ക് ഉണ്ടാവട്ടെ എന്നുള്ള
എന്നുള്ളത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. മാളവിക, ഈ ജൂറി അംഗമായി ഇരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ ഈ സിനിമകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒപ്പീനിയൻ വോയിസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് ഇത് ജൂറി കമ്മിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും ജനങ്ങൾക്കും അറിയില്ല. എന്താണ് നിങ്ങളുടെ ഇടയിലെ ചർച്ച, കാര്യങ്ങളൊന്നും സംബന്ധിച്ച് ഒന്നും അറിയില്ല. എന്താണ് ഇതിൽ ഒപ്പീനിയൻ വോയിസ് ചെയ്യുന്നത്? ഇപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഓരോരുത്തരും അവരവരുടെ ഒപ്പീനിയൻ പറയുകയാണോ, അതോ നിങ്ങളുടെ ഒരു മെജോറിറ്റി എടുക്കുകയാണോ? എന്താണ് ഇതൊരു പ്രിലിമിനറി സ്റ്റേജസിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ? ഓക്കെ, ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ ഭയങ്കര കറക്റ്റാണ്. ഹേമ കമ്മിറ്റി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, അതായത് ഇനി ഇവൻ ഫിലിം ഫീൽഡിലല്ലാത്ത പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന സ്ത്രീകൾക്കെല്ലാം തന്നിട്ടുള്ള ഒരു വലിയ കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഒരു പ്രശ്നം വന്നാൽ സർക്കാർ ഇടപെടും, എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരും, പൊതുസമൂഹം നമ്മുടെ കൂടെ നിൽക്കും, മീഡിയ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ആക്ച്വലി ഹേമ കമ്മിറ്റി കാരണം, അതിന്റെ ആഫ്റ്റർ മാത്ത് കാരണം വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിലും അതൊരു വലിയ ഈ കോൺഫിഡൻസ് നമുക്ക് ഇൻഡ്യൂസ് ചെയ്തതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയൊരു റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. അത് വളരെ സത്യമാണ്. ജൂറിയുടെ കാര്യത്തില് പ്രിലിമിനറി ജൂറിയുടെ സമയത്ത് നമ്മൾ ഓരോ സിനിമ കാണുകയും, ഞങ്ങൾക്ക് ഇപ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ സിനിമ അവാർഡിന് വേണ്ടി വന്നത്. അതായത് 162ഓളം സിനിമകൾ ഉണ്ടായിരുന്നു. അപ്പൊ 2 സബ് കമ്മിറ്റികളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഒരു സബ് കമ്മിറ്റിയുടെ ചെയർ പ്രിയനന്ദൻ സാറായിരുന്നു, മറ്റേ സബ് കമ്മിറ്റിയുടെ ചെയർ അഴകപ്പൻ സാറായിരുന്നു. അപ്പം ഓരോ സബ് കമ്മിറ്റിയിലും 4ഓളം അംഗങ്ങളായിരുന്നുണ്ട്. എൻ്റെ സബ് കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു, വിനോയ് തോമസ് ഉണ്ടായിരുന്നു, എഴുത്തുകാരനായ ചുരുളിയുടെ ഒക്കെ സ്ക്രിപ്റ്റ് എഴുതിയ, ചതുരത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ പ്രതാപ് സി നായർ എന്ന് പറഞ്ഞ ക്യാമറ പേഴ്സൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സിനിമ കാണുകയും അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അവിടെ വളരെ തുറന്നായിട്ട് തന്നെ ചർച്ച ചെയ്യാം. നമ്മുടെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ മെജോറിറ്റി നോക്കും. അപ്പം അപ്പോൾ പ്രിലിമിനറി ജൂറി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ആ സിനിമയിൽ നമുക്ക് ബെസ്റ്റ് കാറ്റഗറിയിൽ, അതായത് ഏകദേശം 30ഓളം അവാർഡുകളും 17ഓളം മേജർ അവാർഡുകളും ഉണ്ട്. അപ്പൊ അതിന് ചിലപ്പം ആ സിനിമയുടെ കണ്ടന്റ് അത്ര നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ചിലപ്പോൾ അതിന്റെ സിനിമാറ്റോഗ്രഫി വളരെ നല്ലതാണെങ്കിൽ അത് സിനിമാറ്റോഗ്രഫിക്ക് വേണ്ടി ഉള്ള ആ ഒരു ലീഗിലേക്ക് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക്, അതായത് അന്തിമ ജൂറിക്ക് വേണ്ടി വിട്ടുകൊടുക്കും. അങ്ങനെ ഈ 162 സിനിമയിൽ നിന്ന് ഏകദേശം 41 to 45 സിനിമകളാണ് അന്തിമ ജൂറിയിലേക്ക് വിടുന്നത്. അപ്പൊ വളരെ തുറന്ന ചർച്ച നടന്നിട്ടുണ്ട്, വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ചർച്ചയും നടന്നിട്ടുണ്ടെന്ന് പറയാം. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ, ഞാൻ ആദ്യമായിട്ട് ഈ ജൂറി പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായത് നമുക്ക് നല്ല രീതിയിൽ തർക്കിക്കാനും ആ തർക്കങ്ങൾ കേൾക്കാനും എന്നിട്ട് നമുക്കൊരു കൺസെൻസസ് സ്പേസ് ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി. ഓക്കെ, താങ്ക് യു സോ മച്ച് മാളവിക. പിന്നെ ഒരുപാട് സന്തോഷം ഈ രാവിലെ നമ്മോടൊപ്പം മോർണിംഗ് വൈബ്സിൽ ചേർന്നതിന്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജൂറി അതിലെ വിശദങ്ങൾ പറഞ്ഞു, ഹേമ കമ്മിറ്റിയിലെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ രേഖപ്പെടുത്തി. താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു മാളവിക. നിങ്ങൾക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. മാളവിക ബിന്നിയാണ് നമ്മോടൊപ്പം ചേർന്നത് മോർണിംഗ് വൈബ്സിൽ.